ആ ഇടി എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, പൂട്ടുണ്ട് ഇടിയ, ഗേറ്റിൻ്റെ പൂട്ടുണ്ട് അപ്പുറത്ത് ഇടിക്കുന്നത്. അങ്ങനെ സാമാന്യ മര്യാദയ്ക്ക് അന്ന് നല്ലപോലെ മർദ്ദനമേറ്റതാണ്. എന്നാൽ ഗോപിനാഥ് നിങ്ങൾക്കിനിയും മാപ്പില്ല, അതാ ഞങ്ങൾ വിളിച്ചെടുത്ത മുദ്രാവാക്യങ്ങളിലൊന്നതാണ്. ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ, അറബിക്കടലിൽ ഭാരതീയക്ഷി, ഇന്ദിരാഗാന്ധി ഭാരതീയക്ഷി എന്നൊക്കെ ഞങ്ങൾ ഓപ്പണായിട്ട് വിളിച്ചിട്ടുണ്ട്. 65 കുത്തിയതാണ്. 1965 എനിക്ക് എത്ര വയസ്സുണ്ട്? 15-16 വയസ്സേ ഉള്ളൂ. അരിവാളിച്ചുറ്റി നക്ഷത്രമായത്. ജൂൺ 25 അടിയന്തരാവസ്ഥയ്ക്ക് 50 വർഷം. ജനാധിപത്യത്തെ ഇരുട്ടി നിർത്തിയ നാളുകളിൽ ജനാധിപത്യത്തിന് വേണ്ടി ധീരതയോടെ പോരാടിയ സഖാക്കളാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത്. ഇതിൽ 3 ആളുകൾ ആ സമയത്ത് ജയിൽവാസം അനുഭവിക്കുകയും ഒരാൾ ജയിലിന് പുറത്തും ഒക്കെ വലിയ പോരാട്ടം നയിച്ച ആളുകളാണ്. അന്ന് പത്തനംതിട്ട മലാലപ്പുഴയിൽ നിന്ന് തന്നെ, കൂന്നിൽ നിന്ന് തന്നെ 9 സഖാക്കളാണ് ജയിൽവാസം അനുഭവിച്ച് 8 പേർ ഒരുമിച്ച് ആളുകളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു, 8 പേരെ. അതിൻ്റെ ഓർമ്മകൾ അവർ പങ്കുവെക്കുകയാണ്. എങ്ങനെയായിരുന്നു ഈ അടിയന്തരാവസ്ഥയുടെ കാലം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഒരു പോരാട്ടത്തിലേക്ക് കടക്കുകയായിരുന്നല്ലേ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന 1975 ജൂൺ 25 അർദ്ധരാത്രിയിലാണ്. ആ രാത്രിയിൽ തന്നെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ഇന്ദിരാഗാന്ധി ജയിലിലടച്ചു. മലയാളപ്പുഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം രാത്രിയിൽ അന്നത്തെ കൊല്ലം ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന സഖാവ് NN സദാനന്ദനെ പോലീസ് രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയും ചെയ്തു. കൊല്ലത്തെ ജയിലിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചത്. മിസ്സായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ട് ചുമത്തിയിരുന്ന ചാർജ്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ കേസിന് അടിസ്ഥാനമായ സംഭവം എന്ന് പറയുന്നത് ആഗസ്റ്റ് 19 സഖാവ് P. കൃഷ്ണപിള്ള ദിനം. ആ P. കൃഷ്ണപിള്ള ദിനം ആചരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തലേ ദിവസം അതിനുവേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ട് നേരം വെളുക്കുന്ന സമയത്ത് സത്യത്തിൽ എനിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ അവിടെ ഒരുക്കി വെച്ചിരുന്ന രക്തസാക്ഷി മണ്ഡപം, അതുപോലെ തന്നെ പ്ലക്കാർഡുകൾ, കൊടിതോരണങ്ങൾ എല്ലാം തന്നെ പോലീസ് പിടിച്ചെടുക്കുകയും പത്തനംതിട്ടയിൽ നിന്ന് അന്നത്തെ സബ് ഇൻസ്പെക്ടറായിരുന്ന അബ്ദുൽ വഹാബ്, അതുപോലെ തന്നെ അഡീഷണൽ SI ആയിരുന്ന വേലായുധംപിള്ള. ആ വേലായുധംപിള്ള ഒരു പേരുകേട്ട വർദ്ധകവീരൻ കൂടിയാണ്. അന്നത്തെ മലയാളപ്പുഴയിലെ കോൺഗ്രസ് നേതാവായിരുന്ന ഗോപാലകൃഷ്ണൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം വന്നിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്ന സഖാക്കൾ സാധാരണ പണിക്കർ, മൂശാരിത്ര ഗോപിനാഥൻ നായർ, ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ബാക്കി ഞങ്ങളെ കുറേ പേരെ പ്രതികളാക്കിക്കൊണ്ട് KCR ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടി. അങ്ങനെ ആ വിവരം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒളിവിൽ പോയി. ഒളിവിൽ നിന്നും കൊണ്ട് നടത്താവുന്ന രീതിയിൽ ഞങ്ങളും അതുപോലെ തന്നെ വെളിയിൽ കേസിൽ പെടാത്ത ആൾക്കാർ വെളിയിൽ നിന്നും കൊണ്ടും ആ പ്രവർത്തനം നടത്തി വരികയായിരുന്നു. അന്ന് സ്വീകരിച്ചിരുന്ന ഒരു തന്ത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മെഗാഫോണിലൂടെ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് പാർട്ടിയുടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മെഗാഫോണിലൂടെ കാര്യങ്ങൾ രാത്രിയിൽ ആളെ അറിയിക്കുക എന്നുള്ളത്. അങ്ങനെ അറിയിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോലീസ് ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തു നിന്നും പാർട്ടായിട്ടാണ് മെഗാഫോണിൽ ഒരു പറയുന്ന കാര്യം ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ 1-2 വാചകങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത മറ്റൊരു സ്ഥലത്ത് നിന്ന് അതിൻ്റെ ബാക്കി വാചകങ്ങൾ വേറൊരാൾ പറയുക, മൂന്നാമതൊരാൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് പറയുക. ആ ഒരു രീതിയിലുള്ള തന്ത്രമാണ് പ്രയോഗിച്ചുകൊണ്ടത്. അപ്പോൾ അങ്ങനെ ഒളിവിൽ നടന്നും കൊണ്ട് തന്നെ അവിടെ മലയാളപ്പുഴ നിന്നും കൊണ്ട് തന്നെ ഞങ്ങൾ ആ സമയത്ത് ബാക്കി പുറത്തുണ്ടായിരുന്ന സഖാക്കൾ പാർട്ടി പ്രവർത്തനം നടത്തി. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സെപ്റ്റംബർ 23 അഴീക്കോടൻ ദിനം ആചരിക്കുന്നതിന് ഇതേ രീതിയിൽ ഞങ്ങളൊരു പദ്ധതി തയ്യാറാക്കി. പക്ഷേ അത് എങ്ങനെയോ മണത്തറിഞ്ഞിട്ടാണോ എന്നറിയില്ല, ആ മലയാളപ്പുഴയിലെ കോൺഗ്രസിൻ്റെ ഒറ്റുകാരായിട്ടുള്ള ആൾക്കാർ ആ കാര്യങ്ങൾ മണത്തറിയുകയും ആ രാത്രി വീണ്ടും പോലീസ് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വരികയും ഉണ്ടായി. അന്ന് ആ വീട് വളഞ്ഞ് വീണ്ടും അറസ്റ്റ് ചെയ്ത ഒരാൾ കൂടിയുണ്ട്, ഗോപിനാഥപിള്ള. അപ്പോൾ അദ്ദേഹത്തെ ആ രാത്രി 22 രാത്രി, സെപ്റ്റംബർ 22 രാത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. എന്നെ ഒക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കൂട്ടത്തിലാണ്. ആദ്യത്തെ ദിവസം കസ്റ്റഡിയിലെത്തുമ്പോൾ തന്നെ ഇവരെ 2 പേരെ അതിക്രൂരമായിട്ട് ബന്ധിച്ചിരുന്നു, സഖാവ് സാധാരണ പണിക്കരെയും. അത് അദ്ദേഹം തന്നെ ഒരുപക്ഷെ പറയാം. അന്നത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ വിതരണക്കാരനായിരുന്നു സഖാവ് സാധാരണ പണിക്കർ. സഖാവിനോട് സംസാരിക്കാമെന്നാണ്. അന്ന് വലിയ മർദ്ദനമേറ്റ ഒരു വ്യക്തി കൂടിയാണ് സാധാരണ പണിക്കർ സഖാവ്. ആദ്യ ദിവസം തന്നെ അറസ്റ്റിലാവുന്നില്ലേ? പോലീസ് എങ്ങനെയാണ് പിടിച്ചുകൊണ്ട് അങ്ങ് പോകുമായിരുന്നോ? പോലീസ് വന്ന് ഞാൻ കടക്കാത്തിരിക്കുമായിരുന്നു. കടക്കകത്ത് വന്ന് ചൂണ്ടിക്കൊടുത്ത് പിടിപ്പിക്കുമായിരുന്നു. ചൂണ്ടിക്കൊടുത്ത് പിടിപ്പിക്കുമായിരുന്നു. സാറേ ഇരിക്കുന്നു പറഞ്ഞ്
ഇപ്പം ഇവിടെ പേര് പറഞ്ഞ ഒരാളുണ്ട്, ഞാൻ ആ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ്ട് സാറായിരിക്കുന്നു പിടിച്ചെന്ന് പറഞ്ഞ് എന്നെ പിടിപ്പിക്കുകയായിരുന്നു. നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് തൊഴിച്ച് ഞാൻ ആശുപത്രിയിലൊക്കെ പോകാമായിരുന്നു, സ്ഥിരമായി ആശുപത്രിയിൽ പോകുമായിരുന്നു, കൊണ്ടുപോകാമായിരുന്നു, ജയിലിൽ നിന്ന് കൊണ്ടുപോകാമായിരുന്നു കൂടെ. സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞാൽ കുനിച്ച് നിർത്തി ഇടിച്ചു, തലക്ക് മുടിക്ക് പിടിച്ചു കൊണ്ട് കുനിച്ച് നിർത്തി ഇടിച്ചു, നെഞ്ചത്ത് തൊഴിച്ചു. പിന്നെ ആകെപ്പാടെ ഒരു കുഴപ്പമായിരുന്നു. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ജയിലിൽ കൊണ്ടുവന്നത്. എന്നിട്ട് ആ സമയത്ത് ആ ഘട്ടത്തിലല്ലേ സഖാവിനെ ഇടിക്കുകയും പിന്നീട് ഈ ദീക്ഷയൊക്കെ വലിച്ചവരല്ലേ? ദീക്ഷ ഞാൻ എന്തോ മഹാപാതകം ചെയ്തിട്ടുണ്ടാക്കിയ ദീക്ഷയാണെന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞ താടി മുടിയൊന്നും എടുക്കുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ലായിരുന്നു. സാധാരണ ഒരു രീതിയിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ അത് ഇന്ദിരാഗാന്ധി ജാകാത്തോണ്ട് എടുക്കാതെ വെച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പോലീസുകാർക്ക് റിപ്പോർട്ട് കൊടുത്തത്. ഈ പറയുന്ന കക്ഷികളാണ് 3-4 പേരുണ്ടവന്മാർ. അത് പേരൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. നാട്ടുകാർ തന്നെ പിന്നെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ആരുടെയും പേര് പറയുന്നില്ല. അവർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ നമുക്കറിയാൻ മേത്ത കാര്യങ്ങൾ പോലും അങ്ങ് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കുമായിരുന്നു. അങ്ങനെ പോലീസുകാർ ഓരോന്നോരോന്ന് വിളിച്ച് ചോദിച്ചാണ് പിന്നെ താടി എടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നം എന്നുള്ള രീതിയിൽ ഇന്ദിരാഗാന്ധി മരിക്കാത്തത് കൊണ്ടാണെന്നുള്ള രീതിയിലുള്ള പറഞ്ഞുകൊണ്ട് പിന്നെ പോലീസ് സ്റ്റേഷനിലൊന്നും പിന്നെ താടിയും മുടിയൊന്നും എടുക്കത്തില്ല. അവർ കോടതിയിലാണ് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഹാജരാക്കി ജയിലിൽ ചെന്നപ്പോഴാണ് താടിയും മുടിയൊക്കെ എടുത്തത്. അവിടെയും ഞാൻ പിന്നെ സൂപ്രണ്ടിനോട് ചോദിച്ചു, നീ പിന്നെ ഇന്ദിരാഗാന്ധി അത്രേ മുടി എടുക്കോളാം താടി എടുക്കോളാം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട. അവിടെയും 2-3 കിട്ടി. ആ ഇടി എന്ന് പറഞ്ഞാൽ പിന്നെ നിസ്സാരമല്ല, പൂട്ടുണ്ട് ഇടിയ, ഗേറ്റിൻ്റെ പൂട്ടുണ്ടാണ് പറത്തി ഇടിക്കുന്നത്. അങ്ങനെ സാമാന്യ മര്യാദയ്ക്ക് അന്ന് നല്ലപോലെ മർദ്ദനമേറ്റതാണ്. എന്നാൽ ഗോപിനാഥന്മാർക്ക് അത്രയും കിട്ടിയില്ല. കാരണം പുള്ളിയുടെ കാലിൽ ഒരു രക്തവാദത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഇയാൾ വെറും പാവമാണെന്ന് പറഞ്ഞപ്പോൾ നീ അതിൻ്റെ എല്ലാം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വലിയ കണ്ടവന്. അതൊരു പറയുന്നതിനകത്തൊരു വസ്തുതയുണ്ട്. ഞാൻ സൂചിപ്പിച്ച മാതിരി മണ്ഡപം ഉണ്ടാക്കാനുള്ള തടി തലയെ വെച്ച് ഉമ്മി മില്ലിക്കൊണ്ടുപോയി അർപ്പിച്ച് ആയിട്ട് അർപ്പിച്ചു കൊണ്ടുവന്ന് അയ്യപ്പസാറിൻ്റെ മില്ലിക്കൊണ്ടുപോയി അർപ്പിച്ച് തങ്കപ്പസാറിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് മണ്ഡപം ഉണ്ടാക്കി അവിടുന്ന് എടുത്തുകൊണ്ട് പോയി ജംഗ്ഷനിൽ വെച്ച് അതിനവിടെ കാവൽ കിടന്ന അന്നത്തെ മുദ്രാവാക്യം ഓർമ്മയുണ്ടോ? അന്നത്തെ മുദ്രാവാക്യം പിന്നെ കൃഷ്ണപിള്ള ദിനം അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്നുള്ള മുദ്രാവാക്യമൊക്കെ ഞങ്ങൾ വിളിച്ച ഈ അനൗൺസ്മെൻറ്റിൽ വിടാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ വിളിച്ചു മുദ്രാവാക്യം ഇല്ലേ? അന്ന് വിളിച്ച അടിയന്തരാവസ്ഥ അറബിക്കടൽ ഇന്ദിരാഗാന്ധി ഭാരതരക്ഷി ഇതെല്ലാം വിളിച്ചു അന്ന് ഈ മുഖബോണിലൂടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പിന്നീട് പി കൃഷ്ണപിള്ള ദിനം ആചരിക്കുമ്പോഴാണ് അറസ്റ്റ് വരുന്നത്. അന്ന് ഈ കൃഷ്ണപിള്ള ദിനവും രക്തസാക്ഷി ചിന്താവ രക്തപതാക ചിന്താവ ഇതുള്ള കാര്യങ്ങൾ മാത്രമേ വിളിച്ചുള്ളൂ. അന്ന് മാന്യമായ രീതിയിലുള്ള ഒരു മുദ്രാവാക്യം മാത്രമേ വിളിച്ചുള്ളൂ. ജയിലിൽ കൊണ്ടുപോയിട്ട് കൊടിയമായി മർദ്ദിച്ചപ്പോഴേ അല്ലെങ്കിൽ സ്റ്റേഷനിൽ വെച്ച് നിലപാടിൽ എവിടെയെങ്കിലും മാറ്റം വരുത്തണം ആ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഇല്ലല്ലോ. ഇപ്പോഴും ലോക്കൽ കമ്മിറ്റി മെമ്പറ ചത്താല് വതാ ഞാൻ പറഞ്ഞില്ലേ 65 കുത്തിയതാണ്. 1965 എനിക്ക് എത്ര വയസ്സുണ്ട്? 15-16 വയസ്സേ ഉള്ളൂ. അരിവാൾ ചുറ്റി നക്ഷത്രമായത് അന്ന് കുത്തിയാണ് അരിവാൾ ചുറ്റിയ നക്ഷത്രമായത്. 65 കുത്തിയ പച്ച ഇപ്പോഴും മായാതെ ശരീരത്തുണ്ട്. ആ പോരാട്ടവീര്യം ഇപ്പോഴും ഉണ്ട് അല്ലേ? ഉണ്ടോന്നോ? അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ചോദിക്കാൻ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പോലീസ് ഈ ദീക്ഷ പഠിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ദീക്ഷ പഠിച്ച് ഒരേ ഒരു തവണ ജയിലിൽ അവർ പഠിച്ചു. തലയും വെട്ടി മുടിയും വെട്ടി എല്ലാം വെട്ടി അത് മാസം പറ്റും. അവിടെ ജയിലിൽ ഇതിൻ്റെ ആളുകൾ വരും. അത് കഴിഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പം വീണ്ടും മുടി വളർത്തി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലൊക്കെ മുടി വളർന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഇന്ദിരാഗാന്ധി ചത്തേ. അന്നും മുടിയെടുത്തു. കാരണം ജയിലിൽ വെച്ച് എടുത്തു, ഇന്ദിരാഗാന്ധി ചത്തപ്പോഴും എടുത്തു. അന്ന് അത് അങ്ങനെ പറഞ്ഞു മർദ്ദിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അതിൻ്റെ പ്രതിഷേധം. സഖാവിനെ പിടികൂടുന്ന പിന്നീട് എന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ബാക്കിയുള്ള 5 പേരെയും ഞങ്ങൾ സറണ്ടർ ചെയ്യായിരുന്നു, കോടതിയിൽ സറണ്ടർ ചെയ്യായിരുന്നു. ഉണ്ടാകുന്ന ഘട്ടമായിരുന്നു. തങ്കപ്പ സാറ് ജയിലിൽ കിടന്നതേ. തങ്കപ്പ സാറ് വലിയൊരു പോരാളി. അദ്ദേഹത്തിൻ്റെ കഥ പറയുമ്പോഴത്തേക്ക് മകൻ്റെ പേര് സുർജിത്ത് എന്നാണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ ഈ അടിയന്തരാവസ്ഥയുമായി ഏറെ ബന്ധപ്പെട്ടതാണ്. ജയിലിൽ കിടക്കുമ്പോൾ ഭാര്യ ഗർഭിണിയാണ്. മോന് സുർജിത്തിൻ്റെ പേര് കിട്ടി. അത് ജയിലിൽ കിടക്കുമ്പോൾ പ്രസവം നടക്കുന്നത് 24-ാം തീയതി ഞങ്ങളെ വിടുന്നു. 26-ാം തീയതി മോനെ പ്രസവിക്കുന്നു. പിന്നെ അവന് പേര് കിട്ടത് ഈ സുർജിത്ത് എന്നുള്ള പേരാണ് കൊടുത്തത്. അങ്ങനെ തുടർച്ചയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. അതിന് ഭാര്യയും നാട്ടുകാരും എല്ലാം സഹകരണം ഉണ്ടായിരുന്നു. എല്ലാവരും നാട്ടിൽ നല്ല അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ജയിലിൽ കിടക്കുമ്പോൾ ഭാര്യ വന്ന് കാണുമായിരുന്നു. ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഭേദം വരും.
അത് ഓർക്കുന്നില്ല ഓരോ കാര്യങ്ങൾ. കുഴപ്പമില്ല. സഖാവിന് ഇപ്പോൾ 90 വയസ്സുണ്ട്, പക്ഷേ ഇപ്പോഴും 96 വയസ്സുണ്ട്. പക്ഷേ ഇപ്പോഴും മനസ്സിൽ ആ ഓർമ്മകളും മാത്രമല്ല ആ പോരാട്ട വീര്യം ഇപ്പോഴും പാർട്ടിയെ ചേർത്ത് പിടിക്കുന്ന സഖാക്കൾ തന്നെയാണ്. നമുക്ക് കമ്മിറ്റി അന്നത്തെ ലോക്കൽ കമ്മിറ്റി സഖാവിനോട് നമുക്ക് ചോദിക്കാവുന്നതാണ്. സഖാവെ, ഒരു വലിയ പോരാട്ടത്തിനായിരുന്നു ആ കാലഘട്ടം നേതൃത്വം. ഇപ്പം സഖാവൊക്കെ സൂചിപ്പിക്കുന്നത് നിങ്ങളെയൊക്കെ നയിക്കുക, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിന്ന് വലിയ ഇവർക്ക് ജയിലിൽ പത്രം കൊണ്ട് കൊടുത്തുകൊണ്ട് നിങ്ങളോടല്ലേ? ഞാൻ എൻ്റെ അച്ഛൻ പഴയ ഒരു പാർട്ടി മെമ്പറാണ്. ആ പാത പിന്തുടർന്ന് എനിക്ക് പണി ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ പാർട്ടി പ്രവർത്തനത്തിൽ വിദ്യാർത്ഥി സംഘടനയുടെ യുവജന സംഘടന ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 14 വയസ്സായപ്പോൾ 14-ാമത്തെ വയസ്സിൽ പത്തനംതിട്ട ഗവൺമെൻറ് HSൽ അന്നത്തെ 4th ഫോറത്തിൽ ചേർന്നു. അത് തങ്കപ്പൻ സാറാണ് അന്ന് ഞങ്ങളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥി സംഘടന അടിയന്തരാവസ്ഥ സമയത്ത് മന്നത്തപ്പ അപ്പുപ്പ ഉച്ചക്കഞ്ഞി മുടക്കല്ലേ, ഉച്ചക്കഞ്ഞി തരുന്നവർ ഈ കേരള നാട് ഭരിക്കട്ടെ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയിട്ട് മലയാളപ്പുഴയിൽ നിന്ന് ഞങ്ങൾ പത്തനംതിട്ട വരെ പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ചെറുപ്പം മുതലേ സംഘടനയിൽ പ്രവർത്തിക്കുന്നു. പിന്നെ 1975 പൂർണ്ണ സജീവ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഏതാണ്ട് 40 വർഷത്തിന് മേളിൽ ലോക്കൽ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചു. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴേ അങ്ങേർക്ക് ഉൾപ്പെടെയുള്ള നേതൃത്വമായിരുന്നു ഇതിനെതിരെ മുദ്രാവാക്യമായി തെരുവിലേക്ക് ഇറങ്ങുമായിരുന്നു. ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ ഭാരതീയക്ഷി ഇന്ദിരാഗാന്ധി ഭാരതീയക്ഷി എന്നൊക്കെ ഞങ്ങൾ ഓപ്പണായിട്ട് വിളിച്ചിട്ടുണ്ട്. പുറത്തും വലിയ പോലീസിൻ്റെ ഒരു തേർവാഴ്ചയായിരുന്നില്ലേ ആ കാലഘട്ടം? അന്നുണ്ട്. പോലീസ് മുമ്പേ പറഞ്ഞല്ലോ, അവിടുത്തെ ഒരു നേതാവിൻ്റെ ബന്ധുവാ പോലീസ് SI എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ അവിടെ പോലീസിൻ്റെ ഒരു ബഹളമായിരുന്നു. ഇന്നും സാധാരണക്കാർക്ക് വേണ്ടി പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലേ? പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകളിൽ ഒരു കാരണവശാലും വെള്ളം ചേർക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ നമ്മൾ തയ്യാറില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ഓർമ്മയിൽ തന്നെ ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഇരുണ്ട കാലഘട്ടമായിരുന്നു അന്നല്ലേ? തീർച്ചയായിട്ടും. അന്ന് വിളിച്ചിരുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനാധിപത്യ തിരുനെഞ്ചിൽ കടാര കയറ്റിയ ഘാതകരെ ഇന്ദിരാഗാന്ധി ഭാരതയക്ഷി നിങ്ങൾക്കിനിയും മാപ്പില്ല. അതാ ഞങ്ങൾ വിളിച്ചിരുന്ന മുദ്രാവാക്യങ്ങളിലൊന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും എൻ്റെ മകന് പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. മകനൊക്കെ എന്നോട് പിൽക്കാലത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ ഈ പറയുന്ന കാര്യങ്ങളത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്, ഒരു ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കുമോ എന്നുള്ള കാര്യം പുതിയ തലമുറയ്ക്ക് ഇപ്പോഴും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കേസെന്ന് പറയുന്നത് തികച്ചും അനാവശ്യമായിട്ട് കെട്ടിച്ചമച്ച കേസാണെന്നുള്ളതിൻ്റെ തെളിവ് ആ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് തന്നെയാണ്. ആ ജഡ്ജ്മെൻറ്റിൽ ഞങ്ങളെല്ലാവരും നിരപരാധികളാണെന്ന് ജഡ്ജി പ്രഖ്യാപിക്കുക മാത്രമല്ല, ആഗസ്റ്റ് 19 മലയാളപ്പുഴ ക്ഷേത്രത്തിൻ്റെ ഇറങ്ങി വരുന്ന ആ ഭാഗത്ത് മലയാളപ്പുഴ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന രക്തസാക്ഷി മണ്ഡപം, അവിടെ ഉണ്ടായിരുന്ന കൊടിതോരണങ്ങൾ, പ്ലക്കാർഡുകൾ, ആദ്യമായിട്ട് പോലീസ് പിടിച്ചെടുത്തുള്ള തൊണ്ടി വസ്തുക്കളെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ദാമോദരനെ തിരിച്ചേൽപ്പിക്കണം, രസീത് വാങ്ങിച്ച് തന്നെ തിരിച്ചേൽപ്പിക്കണം എന്നുകൂടി ആ വിധിന്യായത്തിലുണ്ടായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് ആ കേസ് തികച്ചും അനാവശ്യമായിട്ടുള്ളതും ദുരുപദിഷ്ടവുമായിരുന്നു. ഈ തരത്തിലുള്ള അടിയന്തരാവസ്ഥയുടെ പേരിലുള്ള ജനാധിപത്യ ധ്വംസനത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും പേരിൽ മാത്രമുണ്ടായ കേസാണെന്നുള്ളതാണ്. അതായത് അന്ന് തന്നെ കള്ളക്കേസുകൾക്കും കോടതി ജുഡീഷ്യറി തന്നെ നല്ല മറുപടി കൊടുത്തു. നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. കോടതി തന്നെ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വീണ്ടും നമ്മുടെ രാജ്യം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഏതാണ്ട് ആ ഒരു രീതിയിലേക്ക് പതുക്കെ നടന്നെടുക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെതിരായിട്ട് നല്ല നിലയിൽ ജാഗ്രത പുലർത്തി അത് അത്തരം ഒരു കാലഘട്ടം ഉണ്ടാകാതിരിക്കാനുള്ള സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തിയിട്ടുള്ള പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകണം. ഇല്ലെങ്കിൽ വീണ്ടും അപകടം പതിയിരിക്കുന്നുണ്ട്. ഈ 4 ആളുകളും അന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയ 4 ആളുകളും ഇന്നും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ പോരാട്ടത്തിൽ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പോലെ, ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയും സമകാലിക രാഷ്ട്രീയത്തിലും പോരാട്ടം അവർ തുടരുകയാണ്. അത് അവരുടെ പ്രസ്ഥാനം കൂടെയുണ്ടെന്ന വിശ്വാസം തന്നെയാണ്. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ണൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.